ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ +2 സെ ഇംപ്രൂവ്മെന്റ് റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. കാരണം ഇന്ന് 10 മണിക്ക് അതിനകത്ത് നിങ്ങളുടെ റിസൾട്ട് വരാനിരിക്കുകയാണ്. അപ്പോൾ പലരും അതിനകത്ത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച സ്കോർ കാര്യങ്ങൾ മാർക്ക് കിട്ടട്ടെ. അപ്പം അതിനകത്ത് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം 10 മണി സമയമാകുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ അതിനകത്ത് ഈ ഒരു പോർട്ടലിലാണ് അതിനകത്ത് വരുന്നത്. HSC പോർട്ടൽ എന്ന് അടിക്കുമ്പോൾ തന്നെ അതിനകത്ത് വന്നു തുടങ്ങും. കണ്ടോ, HSC പോർട്ടൽ എന്ന് അടിക്കുമ്പോൾ തന്നെ HSC പോർട്ടൽ Kerala.gov.in എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. gov.in ആണ്. ലോഗിൻ ഒന്നും അവിടെ വേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതിനകത്ത് അവിടെ നമ്മുടെ എവിടെ അതിനകത്ത് ഇവിടെ ഇതാണ് ഇതിനകത്ത് കണ്ടോ, നിങ്ങൾ HSC പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് അവിടെ വരും. അപ്പോൾ അത് മതി. HSC portal.kerala.gov.in. ഈ ലോഗിൻ ഒന്നും വേണ്ട. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ വെക്കാം. അപ്പോൾ ആ ലിങ്ക് നിങ്ങൾ കോപ്പി എടുത്തിട്ട് നേരെ ഗൂഗിളിൽ വന്നിട്ട് എന്ത് ചെയ്താൽ മതി, അങ്ങ് പേസ്റ്റ് അടിച്ചാൽ മതി. എന്നിട്ട് ഇനി നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പം ഞാനിവിടെ ഇതിനകത്ത് എൻട്രി ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ എൻട്രി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതാ വെൽക്കം ടു ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ റിസൾട്ട് പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് അങ്ങ് വരും. അപ്പം ഞാൻ നേരെ ഇതിലങ്ങ് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതിലങ്ങ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, അപ്പോൾ ഇവിടെ ഇപ്പം കാണുന്നത് എന്താണ്, ഇതിപ്പോൾ ഞാൻ ഇന്ന് അതിനകത്ത് റിസൾട്ട് വന്നിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നിങ്ങളുടെ റിസൾട്ടുകൾ ഇവിടെ കാണുന്നില്ല. പകരം എന്താണ്, +1ൻ്റെ ഏറ്റവും അവസാനം വന്ന നമ്മുടെ +1 റിസൾട്ട് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫസ്റ്റ് ഇയർ മാർച്ച് എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ട് വന്ന ഡേറ്റ് കാര്യങ്ങളൊക്കെ. അപ്പം ചെക്ക് റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പം നിങ്ങൾ നാളെ നിങ്ങളുടെ 10 മണിയാകുന്ന സമയത്തോട് കൂടിയിട്ട് ഇവിടെ എന്ത് വരും, സെക്കൻഡ് ഇയർ സേ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ട് അവിടെ അതിനകത്ത് എന്ത് ചെയ്യും, ചെക്ക് റിസൾട്ട് എന്ന് പറഞ്ഞൊരു ഭാഗം അങ്ങ് വരും. അപ്പോൾ നിങ്ങളെ സേ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ്റെ കൂടെ ചെക്ക് റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ നമുക്ക് നേരെ ഈ ചെക്ക് റിസൾട്ടിൽ, അപ്പോൾ അവിടെ കാണുന്ന ചെക്ക് റിസൾട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്താ വരിക, ചെക്ക് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണം, ഇവിടെ വളരെ എളുപ്പമാണ് കാര്യങ്ങൾ. നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അറിയാമല്ലോ, അതിവിടെ അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് അറിയാമല്ലോ, ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ ഇതിനകത്ത് ഇങ്ങനെയാണ് വരിക. ഡേറ്റ്, മന്ത്, ഇയർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ടാവും. കണ്ടില്ലേ? അപ്പോൾ ഇതാ ഡേറ്റ്. അപ്പോൾ നിങ്ങൾ ഇവിടെ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യുക. ജൂലൈ. അപ്പോൾ നിങ്ങളിപ്പം ഏത് മാസമാണ്, ഏത് ഇയർ ആണ് എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇയർ മാറ്റി കൊടുക്കാം. അപ്പം ഇയർ ഇവിടെ അതിനകത്ത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ ഉണ്ട്. അപ്പോൾ ഓഗസ്റ്റ്, സെപ്റ്റംബർ അങ്ങനെ ഇയർ മുന്നോട്ടേക്ക് 27 അല്ല, നിങ്ങൾ പിറകോട്ടേക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, മാറ്റി കൊടുക്കാം. മാറ്റി കൊടുത്തിട്ട് ഇപ്പം നിങ്ങൾ 2000 എത്രയിലാണോ അതിനകത്ത് ഒരുപാട് അതിനകത്ത് എന്ത് ചെയ്യാനുണ്ട്, ചേഞ്ച് ചെയ്യാനുണ്ട്. അപ്പം പിറകോട്ടേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാം നിങ്ങൾക്ക്. കുറേ അതിനകത്ത് 2000 നിങ്ങൾ ആ ഒരു ഇയറിലോട്ട് പോകേണ്ടി വരും. അതിനകത്ത് പ്രത്യേകിച്ച് ഇവിടെ വേറെ അതിനകത്ത് ഓപ്ഷൻ കാണുന്നില്ല. ഇതിനകത്ത് നിങ്ങൾ കുറച്ച് ഒന്ന് അതിനകത്ത് പിറകോട്ട് 2000 മാറേണ്ടി വരും. അപ്പോൾ അവിടെ അങ്ങനെ മാറ്റി കൊടുക്കുക. സപ്പോസ് അങ്ങനെ മാറ്റി 2000 നിങ്ങൾ 8, 9, 7 ഒക്കെ ആ ഒരു സമയം നിങ്ങൾ എപ്പോഴാണോ അതിനകത്ത് നിങ്ങളുടെ ആ ഡേറ്റ് ഓഫ് ബർത്ത് അതിനകത്ത് 2000 നിങ്ങളിപ്പം അതിനകത്ത് 18 എന്ന് പറയുമ്പം എത്രയാണ്, 2007, 8 ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു സമയം അതിനകത്ത് നിങ്ങൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ 2008 ആണെങ്കിൽ 2010 18 26. അപ്പം ഈ ഒരു സമയം നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ ഡേറ്റ് എത്രയാണ്, 25 ജാനുവരി ആണോ ഏപ്രിൽ ആണോ അതൊക്കെ ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? മാർച്ച് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുക. അങ്ങനെ മാറ്റി അതിവിടെ വന്ന് കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ ഇവിടെ സെക്യൂരിറ്റി ചെക്ക് എന്ന് പറഞ്ഞിട്ട് അതിവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഇപ്പോൾ V ക്യാപിറ്റൽ L A to N6 ആണ് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ചെക്ക് റിസൾട്ടിൽ അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. ഇപ്പം വരില്ല, അപ്പം നമ്മുടെ കറക്റ്റ് അല്ലല്ലോ. അപ്പോൾ ചെക്ക് റിസൾട്ടിൽ അങ്ങ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് കാണും. ഇനി നിങ്ങൾക്ക് ഇപ്പം PDF അതിനകത്ത് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് PDF അതിനകത്ത് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളെ PDF ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ രജിസ്റ്റർ PDF ഒരു പാസ്വേഡ് ഉണ്ട്. ആ പാസ്വേഡ് എന്തായിരിക്കും അറിയാം, നിങ്ങളുടെ രജിസ്റ്റർ നമ്പറിൻ്റെ ഫസ്റ്റത്തെ ലെറ്റേഴ്സ് കംപ്ലീറ്റ് ആ ലെറ്റേഴ്സും ഒപ്പം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ 01/01/2000 ആണ് ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലാണ്. അപ്പം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണോ ആ രീതിയിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കംപ്ലീറ്റ് ഇപ്പോൾ 1, 2, 3, 4, 5, 6 ആണ്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 02/08/2008 ആണെങ്കിൽ ഇങ്ങനെ അങ്ങ് അടിച്ചു കൊടുക്കും. മനസ്സിലായില്ലേ? അപ്പം പാസ്വേഡ് അടിച്ചു വരുന്ന നിങ്ങളുടെ റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടട്ടെ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുകളോടൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ആർക്കെങ്കിലും റിസൾട്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് സേ ഇംപ്രൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട. അപ്പോൾ അതിനകത്ത് നിങ്ങൾ അതിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ ജോയിൻ ആക്കാൻ മറക്കാണ്ട് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ വെക്കാം. അപ്പോൾ ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.